നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ മധ്യാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവവികാസങ്ങളിലേക്ക്. വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന സ്കൂട്ടർ യാത്രികൻ മരിച്ചു. അഞ്ചൽ തെക്കേവയൽ സ്വദേശി പ്രകാശാണ് മരിച്ചത്. ഏരൂർ ചില്ലിംഗ് പ്ലാന്റിന് സമീപം ടിപ്പറും സ്കൂട്ടറും കൂട്ടിയിടിച്ചായിരുന്നു അപകടം. കരാട്ടെ പരിശീലനത്തിനിടെ ദേഹാസ്വാസ്ഥ്യം. 11 വയസ്സുകാരി മരിച്ചു. വാളകം തെക്കേ അമ്പലക്കര സ്വദേശിനി അഹന്ന ബിനോയിയാണ് മരിച്ചത്. കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് ടെസ്റ്റിന് മുന്നോടിയായുള്ള പരിശീലനത്തിനിടെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയായിരുന്നു. അമ്മയെ മകൾ ജില്ലാ ആശുപത്രിയിൽ ഉപേക്ഷിച്ചു. തിരുവനന്തപുരം സ്വദേശി കലയാണ് മകൾ ജില്ലാ ആശുപത്രിയിൽ ഉപേക്ഷിച്ചത്. ഇവരെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. വിശദമായ വാർത്തകളിലേക്ക്. വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന സ്കൂട്ടർ യാത്രികൻ മരിച്ചു. അഞ്ചൽ തെക്കേവയൽ സ്വദേശി പ്രകാശാണ് മരിച്ചത്. ബുധനാഴ്ച രാവിലെ ഏരൂർ ചില്ലിംഗ് പ്ലാന്റിന് സമീപം ടിപ്പറും സ്കൂട്ടറും കൂട്ടിയിടിച്ചായിരുന്നു അപകടം. അഞ്ചൽ കുളത്തൂപ്പുഴ റോഡിൽ ഏരൂർ ചില്ലിംഗ് പ്ലാന്റിന് സമീപം ബുധനാഴ്ച രാവിലെ ഉണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന തെക്കേവയൽ പ്രവീൺ വിലാസത്തിൽ പ്രകാശാണ് മരിച്ചത്. അഞ്ചലിൽ നിന്നും ഏരൂർ ഭാഗത്തേക്ക് വരികയായിരുന്ന ടിപ്പറും എതിർദിശയിൽ നിന്നും വന്ന സ്കൂട്ടറും കൂട്ടിയിടിച്ചായിരുന്നു അപകടമുണ്ടായത്. ഇടിയുടെ ആഘാതത്തിൽ റോഡിൽ വീണ പ്രകാശിന്റെ ശരീരത്തിലൂടെ ടിപ്പറിന്റെ മുൻചക്രങ്ങൾ കയറിയിറങ്ങുകയായിരുന്നു. ഓടിയെത്തിയ നാട്ടുകാരാണ് പ്രകാശിനെ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത്. പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഇവിടെ ചികിത്സയിൽ കഴിയവേ വ്യാഴാഴ്ച വൈകിട്ടാണ് പ്രകാശ് മരിച്ചത്. റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയാണ് പ്രകാശ്. ഏരൂർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ചാത്തന്നൂരിൽ കിണറുമുക്ക് ദേവി സ്കൂൾ റോഡ് തകർച്ചയുടെ വക്കിൽ. പൈപ്പ് പൊട്ടിയതാണ് റോഡ് തകരാൻ കാരണമായത്. റോഡിന്റെ മധ്യഭാഗത്തു കൂടിയാണ് ഇവിടെ പൈപ്പ് ലൈൻ സ്ഥാപിച്ചത്. പ്രധാനമന്ത്രി ഗ്രാമ സഡക് യോജനയിൽ നിർമ്മിച്ചതാണ് റോഡ്. ബസ് യാത്രക്കാരാണെങ്കിലും നടന്നു പോകുന്നവർക്കും ടൂ വീലറിൽ പോകുന്നവർക്കെല്ലാം അപകടമാണ്. ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കണം. അതിനുവേണ്ടി വാട്ടർ അതോറിറ്റിയും ചാത്തന്നൂർ പഞ്ചായത്തും ചേർന്ന് ഇതിനൊരു നടപടി സ്വീകരിക്കണമെന്നാണ് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്. ചാത്തന്നൂർ കിണറുമുക്ക് ദേവി സ്കൂൾ റോഡാണ് വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥയെ തുടർന്ന് തകർച്ച നേരിടുന്നത്. കേന്ദ്ര സർക്കാർ ലക്ഷങ്ങൾ വിനിയോഗിച്ച് നിർമ്മിച്ച പാതയാണ് പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന് തകർന്നത്. ശാസ്ത്രീയമല്ലാത്ത അറ്റകുറ്റപ്പണികളാണ് നടക്കുന്നതെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. ഇപ്പോൾ ഏതാണ്ട് ഒരു മാസമായുള്ള JSM ഹോസ്പിറ്റലിൽ അവിടെ നിന്ന് തൊട്ട് ഇറങ്ങുന്ന വഴി താറിയത്, ഹൈവേക്കാർ താറിയത് തന്നിട്ട് അവിടാണ് ആദ്യമേ പൊട്ടി. ഏതാണ്ട് ഒരു 1.5-2 മീറ്റർ നീളത്തിൽ വലിയൊരു കുഴി കുഴിച്ച് നീളത്തിലും ആ താഴ്ചയിലും അവിടെ മൊത്തം അത് കുളവാക്കിയിട്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് തൊട്ട് മുമ്പിലോട്ട് മാറി അതേ നീളത്തിലും വീതിയിലുമായിട്ട് 2-3 കുഴി. അപ്പോൾ ഏകദേശം ഒരു 50-60 മീറ്ററിനകം വെച്ച് ഒരു 20ഓളം കുഴികൾ ഇതുവരെ ഈ പൈപ്പ് ലൈനിൻ്റെ ബന്ധപ്പെട്ട് അവിടെ എടുത്തിരിക്കുകയാണ്. ഇത് റോഡിൻ്റെ നടുക്കൂടാണ് ഈ പൈപ്പ് പോയേക്കുന്നത്. അത് കാരണം തൊട്ടടുത്താണ് ഈ വാട്ടർ ടാങ്കും. അതിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളം അത്ര ഫോഴ്സിൽ വന്ന ശേഷമാണ് ഈ പെട്ടെന്ന് ഈ റോഡ് പൊട്ടുന്നത്. ഇതിന് ശാശ്വത പരിഹാരം എന്ന നിലയിൽ ഒന്ന് ഈ പൈപ്പ് വീണ്ടും താഴത്തിൽ കുഴിക്കുകയോ അല്ലെങ്കിൽ റോഡിൻ്റെ സൈഡിലോട്ട് മാറ്റിയിടുകയോ ചെയ്തുകൊണ്ട് ഒരു പരിഹാരം ഇതിനുണ്ടാകാൻ വേണ്ടി പഞ്ചായത്തോ വാട്ടർ അതോറിറ്റിയോ അടിയന്തരമായിട്ട് ഇത് ഇടപെടണം. റോഡിന്റെ മധ്യഭാഗത്തു കൂടിയാണ് ഇവിടെ പൈപ്പ് ലൈൻ സ്ഥാപിച്ചിട്ടുള്ളത്. 1.52 കോടി രൂപ വിനിയോഗിച്ചാണ് റോഡ് നിർമ്മിച്ചത്. പരിപാലനത്തിനായി ലക്ഷങ്ങൾ പ്രത്യേകം അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. റോഡ് വെട്ടിപ്പൊളിച്ച ശേഷം പഴയതുപോലെ നന്നാക്കാൻ അധികൃതർ തയ്യാറാകുന്നുമില്ല. ഇതുമൂലം ഇവിടെ അപകടങ്ങളും പതിവാണ്. പ്രധാനമന്ത്രി സഡക് യോജനയിൽപ്പെടുത്തിയാണ് ഈ റോഡ് ടാർ ചെയ്തത്. അതിന് മുമ്പ് 20 വർഷങ്ങൾക്ക് മുമ്പാണ് ഇവിടെ പൈപ്പ് ലൈൻ സ്ഥാപിക്കുകയും പൈപ്പ് ലൈൻ അശാസ്ത്രീയമായി സ്ഥാപിച്ചതിൻ്റെ ഫലമായിട്ട് ഇതിനകത്ത് ചെറിയൊരു ലോഡ് വണ്ടി പോയാൽ പോലും ആ പൈപ്പുകളെല്ലാം പൊട്ടി വെള്ളം ലീക്കാവുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ പൈപ്പ് പൊട്ടുമ്പോൾ വാട്ടർ അതോറിറ്റിയുടെ ആൾക്കാർ വരും, കുഴിച്ചതിന് ശേഷം 1.5 അടി താഴ്ചയിലാണ് ഈ പൈപ്പ് ഉപയോഗിക്കുന്നത്. ഈ പൈപ്പ് പൊട്ടുകയും ഇത് വാട്ടർ അതോറിറ്റിയുടെ ആൾക്കാർ വന്ന് ഇത് റിപ്പയർ ചെയ്യുകയും
റീകോൺക്രീറ്റ് ചെയ്യാതെ അങ്ങനെ ഇട്ടിട്ട് പോവുകയും ചെയ്യുന്നു. ഇത് ഒരിടത്തല്ല, ഒരു 15-20 സ്ഥലങ്ങളിൽ ഇതേ സ്ഥലം ആവർത്തിക്കുകയാണ്. ഇദ്ദേഹം ഈ പണി കഴിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് റീകോൺക്രീറ്റ് ചെയ്യണമെന്ന് ഒരുപാട് പ്രാവശ്യം ഞാൻ വാട്ടർ അതോറിറ്റിയിൽ അഭ്യർത്ഥിക്കുകയും എന്നിട്ട് യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല. ഇപ്പോൾ ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് സെക്രട്ടറിയും കൊണ്ട് റിക്വസ്റ്റ് അയപ്പിക്കുകയും ചെയ്തതിന് ശേഷവും ഇവർ യാതൊരു വിധത്തിലുള്ള നടപടിയും സ്വീകരിക്കുന്നില്ല. ഇത് കാരണം ഉണ്ടാകുന്ന വാഹനാപകടങ്ങൾ കൂടുതലായി ഉണ്ടായി വരികയാണ്. ഇത് സ്ഥിരമായിട്ട് ഈ പരിപാടിയാണ്. ഇന്നും ഇപ്പം നിങ്ങളിത് കാണുന്നുണ്ട്, 1.5 അടിയോളം താഴ്ചയിൽ പൈപ്പ് ലീക്കായതിൻ്റെ ഫലമായിട്ട് അത് കുഴിച്ച് അത് റിപ്പയർ ചെയ്യുകയാണ്. ന്യൂസ് ബ്യൂറോ, ചാത്തന്നൂർ. കാഴ്ചയുടെ സൗന്ദര്യവും ആവേശവും തീർത്ത് ആശ്രമം മൈതാനത്ത് കൊല്ലം പൂരം പെയ്തിറങ്ങി. ആശ്രമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പൂരമാണ് വിസ്മയ കാഴ്ചയായത്. 26 ഗജവീരന്മാർ പൂരത്തിൽ അണിനിരന്നു. മേടച്ചൂടിൽ പൂരാവേശമുയർത്തി ആശ്രമം മൈതാനത്ത് താമരക്കുളത്തിന്റെയും പുതിയകാവിന്റെയും 26 കൊമ്പന്മാർ അണിനിരന്നപ്പോൾ ആവേശം വാനോളം. ശില്പങ്ങളും ചിത്രങ്ങളും ദേവരൂപങ്ങളും വർണ്ണക്കുടകൾക്കൊപ്പം ആനപ്പുറം കയറി. ആശ്രമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പൂരത്തിന്റെ ഭാഗമായുള്ള കുടമാറ്റം കൊല്ലത്തിന് സമ്മാനിച്ചത് വർണ്ണവിസ്മയത്തിന്റെ മായക്കാഴ്ചയാണ്. 10,000-ങ്ങളാണ് പൂരം കാണാൻ ആശ്രമം മൈതാനത്തേക്ക് ഒഴുകിയെത്തിയത്. കരിവീരന്മാരുടെ മുകളിൽ വർണ്ണക്കുടകളുടെ രൂപങ്ങൾ മിന്നിമറഞ്ഞപ്പോൾ ജനസാഗരം ആർത്തുവിളിച്ചു. കടവൂർ അഖിലും പാലക്കാട് കല്ലൂർ ഉണ്ണികൃഷ്ണമാരാരും ഒരുക്കിയ മേളപ്പെരുക്കം ആവേശത്തിന് മാറ്റുകൂട്ടി. ക്ഷേത്രത്തിലെ കുടമാറ്റത്തിന് ശേഷമാണ് മൈതാനത്തേക്ക് ഇരുവിഭാഗവും എത്തിയത്. രാവിലെ മുതൽ വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള 13 ചെറുപൂരങ്ങൾ ക്ഷേത്രത്തിലെത്തിയിരുന്നു. തുടർന്ന് ആനനീരാട്ടും ആനയൂട്ടും നടന്നു. വൈകിട്ട് കൊടിയിറക്ക ചടങ്ങ് പൂർത്തിയായ ശേഷം തിടമ്പേറ്റിയ തൃക്കടവൂർ ശിവരാജു പടിവാതിലിൽ നിന്നതോടെയാണ് ക്ഷേത്രത്തിനു മുന്നിലെ കുടമാറ്റം ആരംഭിച്ചത്. താമരക്കുളം മഹാഗണപതിയുടെയും പുതിയകാവ് ദേവിയുടെയും എഴുന്നള്ളത്ത് ക്ഷേത്രത്തിലെത്തി. കുടമാറ്റത്തിന് ശേഷം ആറാട്ട് പുറപ്പാട് നടന്നു. ഇതോടെ അകമ്പടി നിൽക്കുന്ന ആനകൾ മൈതാനത്തേക്കെത്തി. ഗുരുജിയിൽ ശിവനാരായണൻ താമരക്കുളം മഹാഗണപതിയുടെയും പുത്തൻകുളം അനന്തപത്മനാഭൻ പുതിയകാവ് ഭഗവതിയുടെയും തിടമ്പേറ്റി. ക്ഷേത്രത്തിൽ 202 കലാകാരന്മാർ ചേർന്നായിരുന്നു ആൽത്തറമേളം ഒരുക്കിയത്. കുടമാറ്റത്തിനിടയിൽ പാണ്ടിമേളം ഉയർന്നു. തുടർന്ന് ഇരു സംഘങ്ങളും ചേർന്ന് പഞ്ചാരി കൊട്ടി. കുടമാറ്റത്തിന് ശേഷം താമരക്കുളം വിഭാഗവും പുതിയകാവും ഉപചാരം ചൊല്ലി പിരിഞ്ഞതോടെ ഈ വർഷത്തെ പൂരത്തിന് പരിസമാപ്തിയായി. ന്യൂസ് ബ്യൂറോ, കൊല്ലം. നിയന്ത്രണം വിട്ട പിക്കപ്പ് വാനിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. നെടുമ്പായിക്കുളം മുക്കൂട് സ്വദേശി ഋഷു മോഹനാണ് മരിച്ചത്. ചീരങ്കാവ് ഭാഗത്തു നിന്നും വന്ന പിക്കപ്പ് വാൻ എതിരെ വന്ന ബൈക്ക് ഇടിച്ച് തെറിപ്പിച്ച ശേഷം വൈദ്യുതി പോസ്റ്റിലിടിച്ച് നിൽക്കുകയായിരുന്നു. ദേശീയപാതയിൽ ചീരങ്കാവിനും എഴുകോണിനും മധ്യേ കല്ലുംപുറം സൂപ്പർമാർക്കറ്റിന് സമീപമായിരുന്നു അപകടം. നെടുമ്പായിക്കുളം മുക്കൂട് മംഗലത്ത് വീട്ടിൽ ഋഷു മോഹനാണ് മരിച്ചത്. ചീരങ്കാവ് ഭാഗത്തു നിന്നും വന്ന പിക്കപ്പ് വാൻ നിയന്ത്രണം വിട്ട് എതിരെ വന്ന ബൈക്ക് ഇടിച്ച് തെറിപ്പിച്ച ശേഷം വൈദ്യുതി പോസ്റ്റിലിടിച്ചാണ് നിന്നത്. ഋഷുവിനെ കുണ്ടറയിലെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിലും എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. പിക്കപ്പ് വാൻ ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാമെന്നാണ് പോലീസിന്റെ നിഗമനം. പിക്കപ്പ് വാൻ ഡ്രൈവർ ചെങ്ങമനാട് സ്വദേശി ശംഭുവിന് കാലിന് പരിക്കേറ്റു. ഋഷു സ്വകാര്യ സ്ഥാപനത്തിലെ മാർക്കറ്റിംഗ് ജീവനക്കാരനാണ്. ജോലിയുടെ ആവശ്യവുമായി ബന്ധപ്പെട്ട് കൊല്ലം ഭാഗത്തേക്ക് പോകുമ്പോഴായിരുന്നു അപകടം. ന്യൂസ് ബ്യൂറോ, എഴുകോൺ. അമ്മയെ മകൾ ജില്ലാ ആശുപത്രിയിൽ ഉപേക്ഷിച്ചു. തിരുവനന്തപുരം സ്വദേശി കലയാണ് മകൾ ജില്ലാ ആശുപത്രിയിൽ ഉപേക്ഷിച്ചത്. സാമൂഹ്യ പ്രവർത്തകന്റെ ഇടപെടലിൽ ഇവരെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. കഴിഞ്ഞ ശനിയാഴ്ച എന്നെ കൊണ്ടുവന്നതാണ്. ഇന്ന് വരെയും അവളെനിക്ക് ഒരു ഭക്ഷണവും തന്നിട്ടില്ല. അവളെ വീട്ടുടമസ്ഥരാണ്
എനിക്ക് കട്ടൻ ചായയും കഞ്ഞിയും ചായയും ഒക്കെ അവരെനിക്ക് തരും. എനിക്ക് ഇവള് ഇന്ന് എത്രയും ദിവസം ഞാൻ കിടന്ന് കെഞ്ചിയിട്ട് പോലും എനിക്കൊരു ഇത് വാങ്ങിച്ചു തന്നിട്ടില്ല. നട്ടെല്ലിലെ ശസ്ത്രക്രിയയ്ക്ക് ശേഷം വിശ്രമത്തിൽ കഴിയുന്ന വീട്ടമ്മയെയാണ് മകൾ ജില്ലാ ആശുപത്രിയിൽ ഉപേക്ഷിച്ചത്. തിരുവനന്തപുരം സ്വദേശിയായ കലയെയാണ് മകൾ ജില്ലാ ആശുപത്രിയിൽ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞത്. സാമൂഹ്യ പ്രവർത്തകനായ ശക്തികുളങ്ങര ഗണേശിന്റെ ഇടപെടലിൽ ഇവരെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. മൈസൂരിലെ താജ് ഹോട്ടലിൽ ഷെഫായി ജോലി ചെയ്തിരുന്ന കല ഒരാഴ്ച മുമ്പാണ് കൊല്ലത്ത് മകളുടെ വീട്ടിലെത്തിയത്. ഇവിടെ വെച്ചായിരുന്നു ശസ്ത്രക്രിയ നടത്തിയത്. എന്നാൽ ഒരാഴ്ചയായിട്ട് മകൾ ഭക്ഷണം പോലും നൽകിയില്ലെന്നാണ് ഇവരുടെ പരാതി. വേണ്ട ശുശ്രൂഷകൾ നൽകിയില്ല. ശസ്ത്രക്രിയയ്ക്ക് ശേഷം മുറിവിൽ പുഴുവരിക്കുന്ന അവസ്ഥയുണ്ടായി. അമ്മയെ ശുശ്രൂഷിക്കാൻ പ്രയാസമാണെന്ന് പറഞ്ഞാണ് ഇവർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചത്. ആശുപത്രി അധികൃതരോടും ഡോക്ടറോടും താൻ മകളല്ല സമീപത്തെ വീട്ടിലെ കുട്ടിയാണ് എന്ന് മാത്രമേ പറയാവൂ എന്നാണ് കലയോട് മകൾ പറഞ്ഞിരുന്നത്. ആശുപത്രിയിൽ കൊണ്ടുചെന്നാക്കി ഇവർ ഇവിടെ നിന്നും പോവുകയായിരുന്നു. മോളാണെന്ന് പറയരുത്, അടുത്ത വീട്ടിലെ കുട്ടിയെന്ന് വേണം പറയാനെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആയോട്ട് അങ്ങനെ എന്നെ പറയാന്ന് പറഞ്ഞു. ഡോക്ടർക്ക് അറിയാം മോളാണെന്ന്. എന്നെ ഇട്ട് ഉപേക്ഷിച്ചിട്ട് പോയി. ഞാൻ ഫോണ് വിളിച്ചില്ല. അവള് പറഞ്ഞു ഇനി എന്റെ നമ്പർ മാറ്റും, എന്നെ വിളിക്കരുത്, ഞാൻ നിങ്ങളായിട്ടുള്ള എല്ലാ ബന്ധവും തീർന്നെന്ന് പറഞ്ഞു. സ്വന്തം മോളാ. അതെ. അവൾക്ക് ഇഷ്ടമുള്ള ഒരു മുസ്ലിം പയ്യനെ കെട്ടി ഒരു കുട്ടിയായി. ഇപ്പൊ അവനെ ഉപേക്ഷിച്ച് ഇപ്പൊ അവളെ ഇഷ്ടത്തിന് അവള് ജീവിക്കുന്നു. അവൾക്ക് മൂന്നാറിലെ ഹോട്ടൽ ഫീൽഡിൽ തന്നെ ജോലി. ഞാൻ പറഞ്ഞില്ലേ, അപ്പൊ അവള് പറഞ്ഞു ഞാൻ പറഞ്ഞടി മൈസൂർ എന്നെ നോക്കാൻ ആരുമില്ല, ഭക്ഷണം കഴിക്കാതെയാണ് ഞാൻ ഇങ്ങനെ ആയിപ്പോയത്. അപ്പൊ പറഞ്ഞ് വീട്ടിൽ വന്നാലും എന്നെ കൊണ്ട് വെച്ച് തരാൻ പറ്റില്ല, തനിയെ വെച്ച് കഴിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ കൊണ്ടുവരാന്ന് പറഞ്ഞു. അതിൽ മാത്രമേ എന്റെ ഫോൾട്ട് ഉണ്ട്. ഞാൻ വെച്ച് കഴിക്കാന്ന് പറഞ്ഞു. പക്ഷെ എന്നിട്ട് എനിക്ക് വീടില്ല, അവളുടെ വീട് അവിടെയാ. അതറിയില്ല. ഇപ്പൊ ഇന്ന് ആശുപത്രിയില് അടുത്ത വീട്ടിലുള്ളവരും അവളെ ഹൗസ് ഓണറും ഒക്കെ പറഞ്ഞിട്ട് കൊണ്ടുവന്ന അന്ന് മുതൽ എനിക്ക് ഭക്ഷണം ഇല്ല. കൂടെ ആരും ഇല്ലാത്തതിനാലും കലയുടെ അവസ്ഥ വളരെ മോശമായതിനാലുമാണ് ജില്ലാ ആശുപത്രിയിൽ നിന്നും സാമൂഹ്യ പ്രവർത്തകനായ ശക്തികുളങ്ങര ഗണേശിന്റെ ഇടപെടലിൽ ഇവരെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. ഭക്ഷണം വാങ്ങി നൽകിയത് കഴിക്കാൻ പോലും ഇവർ ഏറെ ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. ഒടുവിൽ ഗണേശൻ ഭക്ഷണം വാരി നൽകിയാണ് പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത്. കൊല്ലത്ത് എവിടെയാണ് മകൾക്കൊപ്പം താമസിച്ചിരുന്നത് എന്ന് ഇവർക്ക് കൃത്യമായി പറയാൻ അറിയാത്ത സ്ഥിതിയുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കരാട്ടെ പരിശീലനത്തിനിടെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട 11 വയസ്സുകാരി മരിച്ചു. വാളകം തെക്കേ അമ്പലക്കര സ്വദേശിനി അഹന ബിനോയിയാണ് മരിച്ചത്. കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് ടെസ്റ്റിന് മുന്നോടിയായുള്ള മോക്ക് ടെസ്റ്റിൽ പങ്കെടുക്കാനായുള്ള പരിശീലനത്തിനിടെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയായിരുന്നു. ഉടൻ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. കരാട്ടെ പരിശീലനത്തിനിടെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിലെത്തിച്ച 11 വയസ്സുകാരിയാണ് മരിച്ചത്. വാളകം തെക്കേ അമ്പലക്കര പുത്തൻവിള വീട്ടിൽ ബിനോയ് സിമി ദമ്പതികളുടെ മകൾ അഹന്ന ബിനോയിയാണ് മരിച്ചത്. കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് ടെസ്റ്റിന് മുന്നോടിയായി മോക്ക് ടെസ്റ്റിൽ പങ്കെടുക്കാൻ വ്യാഴാഴ്ച വാളകത്തെ സ്ഥാപനത്തിൽ നിന്ന് കുട്ടിയെ അഞ്ചലിലെ കരാട്ടെ സ്ഥാപനത്തിൽ എത്തിച്ചിരുന്നു. ഇവിടെ പരിശീലനം നടക്കുമ്പോൾ ഉച്ചയോടെ കുട്ടിക്ക് വയറുവേദനയും ഛർദിയും ദേഹാസ്വാസ്ഥ്യവും അനുഭവപ്പെട്ടു. തുടർന്ന് അമ്മയും പരിശീലകനും ചേർന്ന് അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. അഞ്ചൽ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ഉത്സവ സ്ഥലത്ത് വയോധികനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതി പിടിയിൽ. കൊല്ലം ആശ്രമം കുളങ്ങര വീട്ടിൽ ശ്യാംകുമാറാണ് കൊല്ലം ഈസ്റ്റ് പോലീസിന്റെ പിടിയിലായത്. 13-ന് രാത്രി ആശ്രമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഗാനമേളയ്ക്കിടയിൽ സ്റ്റേജിന് മുന്നിൽ വയോധികൻ ഡാൻസ് ചെയ്തപ്പോൾ ശ്യാംകുമാർ വയോധികനെ അസഭ്യം പറയുകയും കസേര കൊണ്ട് ആക്രമിക്കുകയും ആയിരുന്നു. ആക്രമണത്തിൽ വയോധികന്റെ മുഖത്ത് പരിക്കേൽക്കുകയും പല്ല് ഇളകിപ്പോവുകയും ചെയ്തു. എഴുകോൺ ഗ്രാമപഞ്ചായത്തിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. കുടിവെള്ള വിതരണം നടത്താത്ത നടപടിയിൽ പ്രതിഷേധിച്ച് LDF അംഗങ്ങൾ ഭരണസമിതി യോഗത്തിൽ പ്രതിഷേധിച്ചു. ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയാണ് കുടിവെള്ള വിതരണം ആരംഭിക്കാൻ കഴിയാത്തതിന് പിന്നിലെന്ന് LDF ആരോപിച്ചു. വരൾച്ച രൂക്ഷമായിട്ടും എഴുകോൺ ഗ്രാമപഞ്ചായത്തിൽ കുടിവെള്ള വിതരണം ആരംഭിക്കാത്തതിലാണ് ഇടതുപക്ഷ അംഗങ്ങൾ പഞ്ചായത്ത് കമ്മിറ്റിയിൽ പ്രതിഷേധിച്ചത്. പഞ്ചായത്ത് ഭരണസമിതിയുടെ കെടുകാര്യസ്ഥത മൂലമാണ് കുടിവെള്ള വിതരണം ആരംഭിക്കാൻ കഴിയാത്തതെന്ന് ആരോപിച്ച ഭരണസമിതി യോഗം ബഹിഷ്കരിച്ച LDF അംഗങ്ങൾ പ്രതിഷേധ സമരം നടത്തി.
ഒരു മാസത്തിലധികമായി ജനം കുടിവെള്ളം കിട്ടാതെ വലയുമ്പോഴും പഞ്ചായത്ത് കുടിവെള്ള വിതരണത്തിന് നടപടി സ്വീകരിക്കാത്തത് ജനവഞ്ചനയാണെന്ന് LDF അംഗങ്ങൾ കുറ്റപ്പെടുത്തി. പഞ്ചായത്ത് അംഗങ്ങളായ R. വിജയപ്രകാശ്, മിനി അനിൽ, മാത്യു പണിക്കർ, ശാന്ത ചെല്ലപ്പൻ, സൗമ്യ രാജ്, MS രജനി ദേവി എന്നിവരാണ് പ്രതിഷേധിച്ചത്. ബഹുമാന്യരെ, എഴുകോൺ പഞ്ചായത്തിന്റെ 17 വാർഡിലും വരൾച്ച അനുഭവപ്പെട്ടതിന്റെ ഭാഗമായിട്ട് കുടിവെള്ളക്ഷാമം രൂക്ഷമായിരിക്കുകയാണ്. ജനങ്ങൾ ഒരിറ്റ് വെള്ളം കുടിക്കുന്നതിന് വേണ്ടി നട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ. ഈ അവസ്ഥയിൽ എഴുകോൺ പഞ്ചായത്തിലെ ഭരണാധികാരികളുടെ കണ്ണു തുറക്കാത്ത ഒരു അവസ്ഥയാണ്. പലവട്ടം ഈ പഞ്ചായത്ത് ഭരണസമിതിയിൽ ചർച്ച ചെയ്തിട്ടും ഒരിറ്റ് വെള്ളം പോലും കൊടുക്കാൻ വേണ്ടി എഴുകോൺ പഞ്ചായത്ത് ഭരണസമിതി തയ്യാറാവാത്ത ഒരവസ്ഥയാണ്. നമ്മുടെ ഗവൺമെൻറ് 9/2/2026 മാർച്ച് മാസം 1-ാം തീയതി തൊട്ട് മാർച്ച് മാസം 31-ാം തീയതി വരെ പഞ്ചായത്തിൻ്റെ തനത് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് വിവിധ വാർഡുകളിൽ ശുദ്ധജലം കൊടുക്കുന്നതിനുള്ള അംഗീകാരം കിട്ടി. എങ്കിൽ ഈ എഴുകോൺ പഞ്ചായത്ത് അത് മറച്ചുകൊണ്ട് പദ്ധതി കുടിവെള്ളം കൊടുക്കുന്നതിനുള്ള നടപടി നാളിതുവരെ സ്വീകരിക്കാത്ത ഒരവസ്ഥയാണ് ചെയ്തത്. ഗവൺമെൻറ് 2026 1/3/2026 മുതൽ 31/3/2026 വരെ 6 ലക്ഷവും 1/4/2026 മുതൽ 31/5/2026 വരെ 12 ലക്ഷം രൂപ തല്ലുകൊണ്ടിൽ നിന്ന് എടുത്തുകൊണ്ട് കുടിവെള്ളക്ഷാമം കൊടുക്കുന്നതിനുള്ള ഓർഡർ ഉണ്ടായിട്ട് പോലും എഴുകോൺ പഞ്ചായത്ത് മറച്ചു വെച്ച് പഞ്ചായത്ത് കമ്മിറ്റി നാളിതുവരെ തീരുമാനമെടുക്കാതെ മുന്നോട്ട് പോയതിൻ്റെ ഭാഗമായിട്ട് എഴുകോണിലെ കുടിവെള്ളം കിട്ടാത്ത പ്രദേശങ്ങളിൽ ജനങ്ങൾ നട്ടോട്ടം ഓടുകയാണ്. ഇതിന് പരിഹാരം കാണുന്നതിന് വേണ്ടി ഇടതുപക്ഷ മുന്നണിയുടെ ജനപ്രതിനിധികൾ ഇന്ന് തൊട്ട് സമരരംഗത്തിറങ്ങിയിരിക്കുകയാണ്. ഈ ആവശ്യം നിറവേറ്റുന്നതുവരെ ഇടതുമുന്നണിയുടെ പ്രവർത്തകരും ജനപ്രതിനിധികളും ശക്തമായ സമരമായിട്ട് മുന്നോട്ട് പോവുകയാണ്. തീർച്ചയായും പഞ്ചായത്ത് ചെയ്യേണ്ട ഉത്തരവാദിത്വങ്ങൾ കൃത്യമായി ചെയ്യാത്തത് മൂലം ഉള്ള ബുദ്ധിമുട്ട് ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എഴുകോൺ പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ കൃത്യമായി കുടിവെള്ളം എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇതുവരെയുള്ള. എല്ലായിടത്തും വെള്ളം നിത്യ ചിലവിന് 500 രൂപയിലധികം ചിലവാക്കിയാണ് പാവപ്പെട്ടവരായ കുടുംബങ്ങൾ ഒരു ടാങ്ക് വെള്ളം അടിക്കുന്നത്. അതും ആവശ്യത്തിന് കിട്ടാറില്ല. ഭക്ഷണത്തിനുണ്ടാക്കുന്നതിനും ദൈനംദിന ജീവിതങ്ങളും വളരെ ബുദ്ധിമുട്ടാണ്. പ്രദേശത്ത് നിരവധി പേര് ഈ ഒരു ആവശ്യമായിട്ട് മുന്നോട്ട് വന്ന് നമ്മളെ സമീപിച്ചു. നമ്മൾ പഞ്ചായത്ത് ഭരണസമിതിയിൽ പലതവണ ഇക്കാര്യം ബോധ്യപ്പെടുത്തിയിട്ടും ഇതിനൊരു തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ വിഷമകരമായൊരു കാര്യമാണ്. തീർച്ചയായും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഇവിടെ രേഖപ്പെടുത്തുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ വേണ്ട നടപടികൾ എടുത്തുകൊണ്ട് കുടിവെള്ളത്തിനുള്ള ക്ഷാമത്തിനുള്ള പരിഹാരം കണ്ടെത്തണമെന്നുള്ളതാണ് ഇപ്പോൾ പറയാൻ. ഗ്രാമപഞ്ചായത്തിൽ നമുക്ക് 17 വാർഡുകളാണുള്ളത്. കഴിഞ്ഞ 3 മാസമായി രൂക്ഷമായ കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുന്ന ഒരു പഞ്ചായത്താണ് എഴുകോൺ പഞ്ചായത്ത്. സർക്കാരിൽ നിന്നും ഫണ്ട് അനുമതി ഉണ്ടായിട്ട് കൂടി ഈ വാർഡുകളിലെ ജനങ്ങൾ ഏകദേശം 500 ലിറ്റർ വെള്ളത്തിന് 700 രൂപ നിരക്കിലാണ് ഒരേ ടാങ്ക് വെള്ളവും എല്ലാവരും വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന നമ്മളെല്ലാവരും അതിനെതിരെ ഈ പഞ്ചായത്ത് ഭരണസമിതിയിൽ പല കമ്മിറ്റികളിലും ഞങ്ങൾ രൂക്ഷമായി പ്രതികരിച്ചിട്ട് പോലും യാതൊരു നടപടികളും കൈക്കൊണ്ടിട്ടില്ല. ഇപ്പം തൊട്ടടുത്ത പഞ്ചായത്തുകളിൽ നിന്നാണ് ഉത്സവസ്ഥലങ്ങളിൽ പോലും കൊണ്ടുവരുമ്പോൾ നമ്മൾ തൊട്ടടുത്ത എഴുകോൺ പഞ്ചായത്തിലുള്ളവർ പോലും വെള്ളം വാങ്ങുന്നത്. ഈ നീചമായ പ്രവൃത്തി ശരിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. കാഥികൻ വി സാംബശിവൻ അനുസ്മരണം 19-ന് കൊല്ലം കടപ്പാക്കട സ്പോർട്സ് ക്ലബ് ഹാളിൽ നടത്തും. വി സാംബശിവൻ ഫൗണ്ടേഷനാണ് അനുസ്മരണവും കഥാപ്രസംഗ അർച്ചനയും നടത്തുന്നത്. അനുസ്മരണ സമ്മേളനം മന്ത്രി KN ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ അറിയിച്ചു. കാഥിക സമ്രാട്ട് വി സാംബശിവൻ അനുസ്മരണം ഏപ്രിൽ 19-ന് ഉച്ചകഴിഞ്ഞ് 3:30-ന് കൊല്ലം കടപ്പാക്കട സ്പോർട്സ് ക്ലബ് ഹാളിൽ നടത്തും. വി സാംബശിവൻ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിലാണ് അനുസ്മരണ സമ്മേളനവും കഥാപ്രസംഗ അർച്ചനയും സംഘടിപ്പിക്കുന്നത്. ഡോക്ടർ വസന്തകുമാർ സാംബശിവൻ ഇസബെല്ല എന്ന കീറ്റ്സിന്റെ കാവ്യകൃതിക്ക് കഥാപ്രസംഗ ഭാഷ്യം നൽകി അർച്ചന ചെയ്യും. തുടർന്ന് അനുസ്മരണ സമ്മേളനം മന്ത്രി KN ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്യും. വി സാംബശിവൻ ഫൗണ്ടേഷൻ പ്രസിഡന്റ് N രതീന്ദ്രൻ അധ്യക്ഷത വഹിക്കും. ഡോക്ടർ സുജിത്ത് വിജയൻപിള്ള MLA, യേസുദേവൻ, ബീന സജീവ് തുടങ്ങിയവർ പങ്കെടുക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. 1996 ഏപ്രിൽ 23-നാണ് അദ്ദേഹം നമ്മെ വിട്ടുപോയത്. ഇപ്പോൾ 30 വർഷം പൂർത്തിയാവുകയാണ്.
പക്ഷേ ഈ 30 വർഷം കടന്നു പോകുമ്പോൾ ആ സ്മരണ വളരെ സജീവമായി കേരളത്തിൽ നിലനിൽക്കുന്നു എന്ന വസ്തുത ഈ സാംബശിവൻ ഫൗണ്ടേഷൻ വലിയ ചരിതാർത്ഥ്യം നൽകുന്ന ഒന്നാണ്. കാരണം അദ്ദേഹത്തിൻ്റെ സ്മരണ നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ സാംബശിവൻ ഫൗണ്ടേഷൻ രൂപം കൊണ്ടത്. ഇതിനകം വളരെ പ്രസക്തങ്ങളായിട്ടുള്ള കഥാപ്രസംഗ പ്രവർത്തനങ്ങളാണ് ഇതിനുവേണ്ടി സാംബശിവന്റെ സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടി ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിനുവേണ്ടി കഥാപ്രസംഗ മേളകൾ, കഥാപ്രസംഗ മത്സരങ്ങൾ, കഥാപ്രസംഗ ശില്പശാലകൾ, കഥാപ്രസംഗ കലയുടെ ഒറ്റപ്പെട്ട അവതരണങ്ങൾ ഇത്യാദികൾ വളരെ സജീവമായി ഞങ്ങൾ സംഘടിപ്പിച്ചു പോരുകയായിരുന്നു. ഏറ്റവും ശ്രദ്ധേയമായ ഒരു വസ്തുത, ഞങ്ങൾക്കൊരു പ്രവർത്തിക്കാനൊരു മൂലധനമോ അല്ലെങ്കിൽ ഒരു ഫണ്ടോ ഒന്നുമില്ലാതെ ഉള്ളവരെല്ലാം മുന്നോട്ട് സംഭാവന ചെയ്ത് നടത്തി വരുന്നതാണ്. അത്രത്തോളം ഹൃദയംഗമമായി നടന്നു വന്ന പ്രവർത്തനമാണ് സാംബശിവൻ ഫൗണ്ടേഷനെ സംബന്ധിച്ചിടത്തോളം. അദ്ദേഹം ഉപാസിച്ച കല കഥാപ്രസംഗമാണ്. കഥാപ്രസംഗം ലോകത്ത് ഈ കേരളത്തിലെ പോലെ മറ്റെങ്കുമില്ല. കഥ പറച്ചിൽ എല്ലായിടത്തുമുണ്ട്. കഥ പറച്ചിൽ ഇല്ലാത്ത സമ്പ്രദായങ്ങളില്ല. ഇതിന് പത്രപ്രവർത്തനം വരെ ഇപ്പോൾ സ്റ്റോറീസിൻ്റെ ഒരു കാലമാണ്. കേരള സംഗീത നാടക അക്കാദമിയുടെ പുരസ്കാരങ്ങൾ നേടിയ കഥാപ്രസംഗകരായ നരിക്കൽ രാജീവ്, ആര്യാട് വല്ലഭദാസ് എന്നിവരെ ആദരിക്കും. കഥാപ്രസംഗ വേദിയിൽ 30 വർഷം പൂർത്തിയാക്കിയ ഡോക്ടർ വസന്തകുമാർ സാംബശിവനെയും അനുമോദിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കേരളത്തിൽ അൾട്രാവയലറ്റ് വികിരണം വർദ്ധിക്കുന്നു. 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, പാലക്കാട് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചത്. UV ഇൻഡെക്സ് 8 ആണ് ഈ 6 ജില്ലകളിൽ രേഖപ്പെടുത്തിയത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അൾട്രാവയലറ്റ് വികിരണത്തിന്റെ അളവ് ആശങ്കാജനകമായ രീതിയിലാണ് ഉയരുന്നത്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറത്തുവിട്ട ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, കൊല്ലം, പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പുറപ്പെടുവിച്ചു. വ്യാഴാഴ്ച പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം UV ഇൻഡെക്സ് 8 രേഖപ്പെടുത്തിയ 6 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചത്. ഈ മേഖലകളിൽ സൂര്യപ്രകാശം നേരിട്ടേൽക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കരയും, പത്തനംതിട്ടയിൽ കോന്നിയും, ആലപ്പുഴ ജില്ലയിൽ ചെങ്ങന്നൂരും, കോട്ടയം ജില്ലയിൽ ചങ്ങനാശ്ശേരിയും, ഇടുക്കി ജില്ലയിൽ മൂന്നാറും, പാലക്കാട് ജില്ലയിൽ തൃത്താലയിലുമാണ് ഓറഞ്ച് അലർട്ട്. ഇതുകൂടാതെ എറണാകുളം ജില്ലയിലെ കളമശ്ശേരി, തൃശൂർ ജില്ലയിലെ ഒല്ലൂർ, മലപ്പുറം ജില്ലയിലെ പൊന്നാനി എന്നിവിടങ്ങളിൽ UV സൂചിക 7 രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ മഞ്ഞ അലർട്ടാണ് നൽകിയിട്ടുള്ളത്. കോഴിക്കോട്, വയനാട് ജില്ലകളിൽ സൂചിക 6 ആണ്. UV സൂചിക ഉയരുന്നത് സൂര്യാതപം, ചർമ്മരോഗങ്ങൾ എന്നിവയ്ക്ക് കാരണമാകും. നിലവിലെ സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. തുടർച്ചയായി കൂടുതൽ സമയം അൾട്രാവയലറ്റ് രശ്മികൾ ശരീരത്തിലേൽക്കുന്നത് സൂര്യാതപത്തിനും ത്വക്ക് രോഗങ്ങൾക്കും നേത്രരോഗങ്ങൾക്കും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകാം. പൊതുജനങ്ങൾ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കണം. രാവിലെ 10 മുതൽ ഉച്ചകഴിഞ്ഞ് 3 വരെയുള്ള സമയങ്ങളിലാണ് ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക രേഖപ്പെടുത്തുന്നത്. ഈ സമയങ്ങളിൽ കൂടുതൽ നേരം ശരീരത്തിൽ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് പരമാവധി ഒഴിവാക്കണം. പുറം ജോലികളിൽ ഏർപ്പെടുന്നവർ, കടലിലും ഉൾനാടൻ മത്സ്യബന്ധനങ്ങളിലും ഏർപ്പെടുന്ന മത്സ്യത്തൊഴിലാളികൾ, ജലഗതാഗതത്തിൽ ഏർപ്പെടുന്നവർ, ബൈക്ക് യാത്രികർ, വിനോദസഞ്ചാരികൾ, ചർമ്മരോഗങ്ങളുള്ളവർ, ആൽബനിസം അവസ്ഥയുള്ളവർ, നേത്രരോഗങ്ങളുള്ളവർ, അർബുദ രോഗികൾ, രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ വിഭാഗങ്ങൾ തുടങ്ങിയവർ പ്രത്യേക ജാഗ്രത പാലിക്കണം. യാത്രകളിലും മറ്റും ഇടവേളകളിൽ തണലിൽ വിശ്രമിക്കാൻ ശ്രമിക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശത്തിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക്. സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട പെൺകുട്ടിയെ പീഡിപ്പിച്ച് ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ച കേസിൽ ബിരുദ വിദ്യാർത്ഥി അറസ്റ്റിൽ. അഞ്ചലേരൂർ നെട്ടയംകോണത്ത് സ്വദേശി അർജുൻ കൃഷ്ണനാണ് അറസ്റ്റിലായത്. 2024 പ്രതി പെൺകുട്ടിയുമായി സൗഹൃദത്തിലാകുന്നത്. തുടർന്ന് വിവിധ സ്ഥലങ്ങളിൽ എത്തിച്ച് പീഡിപ്പിക്കുകയും മൊബൈൽ ക്യാമറയിൽ ദൃശ്യങ്ങൾ രഹസ്യമായി പകർത്തി സൂക്ഷിക്കുകയും ചെയ്തു. പെൺകുട്ടിയുമായി അകന്ന ശേഷം ദൃശ്യങ്ങൾ പെൺകുട്ടിയുടെ സുഹൃത്തിന് അയച്ചു നൽകുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പരിചയപ്പെട്ട പെൺകുട്ടിയെ പീഡിപ്പിച്ച് ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ച കേസിലാണ് ബിരുദ വിദ്യാർത്ഥിയെ അറസ്റ്റ് ചെയ്തത്. അഞ്ചൽ ഏരൂർ നെട്ടയംകോണത്ത് AS മന്ദിരത്തിൽ 21കാരനായ അർജുൻ കൃഷ്ണനാണ് അറസ്റ്റിലായത്. 2024 ഇയാൾ പെൺകുട്ടിയുമായി സൗഹൃദത്തിലാകുന്നത്. തുടർന്ന് വിവിധ സ്ഥലങ്ങളിൽ എത്തിച്ച് പീഡിപ്പിക്കുകയും മൊബൈൽ ക്യാമറയിൽ ദൃശ്യങ്ങൾ പകർത്തി സൂക്ഷിക്കുകയും ചെയ്തയാൾ പെൺകുട്ടിയുമായി അകന്ന ശേഷം ദൃശ്യങ്ങൾ പെൺകുട്ടിയുടെ സുഹൃത്തിന് അയച്ചു നൽകുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. പെൺകുട്ടി മാതാപിതാക്കളെ വിവരമറിയിച്ചതോടെ ഏരൂർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ബിരുദ വിദ്യാർത്ഥിയായ യുവാവിനെതിരെ പോക്സോ നിയമപ്രകാരവും IT ആക്ട് പ്രകാരവുമാണ് പോലീസ് കേസെടുത്തത്. ഇയാളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.
കല്ലട കനാൽ തുറക്കുന്നത് വൈകുന്നു. കൃഷിനാശം, കുടിവെള്ളക്ഷാമം എന്നിവ മൂലം ജനങ്ങൾ വലയുന്നു. കൊല്ലം ജില്ലയിലെ ഗ്രാമീണ മേഖലയിലാണ് കല്ലട കനാൽ തുറക്കാത്തത് പ്രതിസന്ധിക്ക് കാരണമാകുന്നത്. വേനൽ കടുത്തിട്ടും KIP കനാൽ തുറക്കാത്തതാണ് കൊല്ലം ജില്ലയിലെ ഗ്രാമീണ മേഖലയെ പ്രതിസന്ധിയിലാക്കുന്നത്. ജലലഭ്യത ഉറപ്പാക്കാത്ത അധികൃതരുടെ നടപടിക്കെതിരെ ജനരോഷം ശക്തമാവുകയാണ്. കനാൽ തുറക്കുന്നത് നീണ്ടുപോകുന്നത് കാർഷിക മേഖലയെ തകർക്കുന്നതിനൊപ്പം ഗ്രാമങ്ങളിൽ രൂക്ഷമായ കുടിവെള്ളക്ഷാമത്തിനും കാരണമാകുന്നുണ്ട്. ആയിരക്കണക്കിന് ഹെക്ടർ നെൽവയലുകളാണ് വെള്ളത്തിനായി കല്ലട കനാലിനെ പ്രധാനമായും ആശ്രയിക്കുന്നത്. കനാൽ വെള്ളം എത്താത്തതിനാൽ നെൽകൃഷിക്ക് പുറമെ തെങ്ങ്, വാഴ, പച്ചക്കറി കൃഷികളും ഉണങ്ങി നശിക്കുന്ന അവസ്ഥയിലാണ്. ലക്ഷക്കണക്കിന് രൂപ കടമെടുത്ത് കൃഷിയിറക്കിയ കർഷകർ വലിയ സാമ്പത്തിക ബാധ്യതയാണ് ഇപ്പോൾ അഭിമുഖീകരിക്കുന്നത്. കനാലിലൂടെയുള്ള നീരൊഴുക്ക് നിലയ്ക്കുന്നത് സമീപ പ്രദേശങ്ങളിലെ ഭൂഗർഭ ജലനിരപ്പിനെയും ബാധിച്ചിട്ടുണ്ട്. ജപ്പാൻ കുടിവെള്ള പദ്ധതി ഉണ്ടെങ്കിലും ഭൂരിഭാഗം ജനങ്ങളും പാചകത്തിനും കുളിക്കാനും ആശ്രയിക്കുന്നത് കിണറുകളെയാണ്. കനാൽ വെള്ളം ലഭിക്കാത്തതോടെ കിണറുകളും കുളങ്ങളും വറ്റി വരളാൻ തുടങ്ങി. തോടുകളുടെയും മറ്റ് സ്വാഭാവിക ജലസ്രോതസ്സുകളുടെയും ഒഴുക്ക് നിലച്ചത് പ്രാദേശിക പരിസ്ഥിതിയെയും പ്രതികൂലമായി ബാധിക്കുന്നു. കിണറുകളിൽ ജലനിരപ്പ് താഴ്ന്നതോടെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും വെള്ളമില്ലാത്ത അവസ്ഥയാണ്. അധികൃതർ ഉടൻ ഇടപെട്ടില്ലെങ്കിൽ ജീവിതം ദുസ്സഹമാകുന്ന സ്ഥിതിയാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. ക്ഷീരമേഖലയിലും വെള്ളമില്ലാത്തത് പ്രതിസന്ധിക്ക് കാരണമായിട്ടുണ്ട്. തീറ്റപ്പുല്ല് കൃഷി ഉണങ്ങി നശിക്കുന്നത് പാലുൽപാദനത്തെയും കന്നുകാലികളുടെ ആരോഗ്യത്തെയും ബാധിക്കുമെന്ന ഭീതിയുണ്ട്. കനാൽ തുറക്കുന്നത് സംബന്ധിച്ച അനിശ്ചിതത്വം തുടരുന്ന സാഹചര്യത്തിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകാൻ കർഷക സംഘടനകളും നാട്ടുകാരും തീരുമാനിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ നടപടി ഉണ്ടായില്ലെങ്കിൽ KIP ഓഫീസുകൾക്ക് മുന്നിൽ ധർണ ഉൾപ്പെടെയുള്ള പ്രതിഷേധങ്ങൾ നടത്തും. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പ്രധാന വാർത്തകൾ വീണ്ടും. വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന സ്കൂട്ടർ യാത്രികൻ മരിച്ചു. അഞ്ചൽ തെക്കേവയൽ സ്വദേശി പ്രകാശാണ് മരിച്ചത്. ഏരൂർ ചില്ലിംഗ് പ്ലാന്റിന് സമീപം ടിപ്പറും സ്കൂട്ടറും കൂട്ടിയിടിച്ചായിരുന്നു അപകടം. കരാട്ടെ പരിശീലനത്തിനിടെ ദേഹാസ്വാസ്ഥ്യം. 11 വയസ്സുകാരി മരിച്ചു. വാളകം തെക്കേ അമ്പലക്കര സ്വദേശിനി അഹന്ന ബിനോയിയാണ് മരിച്ചത്. കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് ടെസ്റ്റിന് മുന്നോടിയായുള്ള പരിശീലനത്തിനിടെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയായിരുന്നു. അമ്മയെ മകൾ ജില്ലാ ആശുപത്രിയിൽ ഉപേക്ഷിച്ചു. തിരുവനന്തപുരം സ്വദേശി കലയാണ് മകൾ ജില്ലാ ആശുപത്രിയിൽ ഉപേക്ഷിച്ചത്. ഇവരെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.